പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാനുള്ള ബിൽ ശബ്ദവോട്ടോടെ ലോക്സഭ പാസാക്കി. ആഭ്യന്തരമന്ത്രി വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടെന്ന് ആരോപിച്ച പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ സ്പീക്കർ അനുമതി നിഷേധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത് മന്ത്രി തന്നെയാണ് എന്ന ആരോപണത്തിൽ ഉറച്ചുനിന്ന രാഹുൽ ഗാന്ധി അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. പരീക്ഷാ ചോദ്യപേപ്പർ ചോരുന്നതിനെതിരെയുള്ള ബില്ല് പാർലമെന്റിന്റെ രണ്ടാം ദിവസവും ചർച്ചയ്ക്കെടുത്തപ്പോൾ അതിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയായിരുന്നു സംസാരിക്കുന്നതിൽ പ്രധാനപ്പെട്ടയാൾ. എന്നാൽ ആദ്യഘട്ടം മുതൽ തന്നെ കേന്ദ്ര സർക്കാരിനെയും RSSനെയും BJPയെയും ഒരുപോലെ രാഹുൽ കടന്നാക്രമിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് വിദ്യാർത്ഥികളെ വെടിവെക്കാൻ ഉത്തരവിട്ടത് എന്ന രാഹുലിന്റെ പരാമർശം ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വാക്കേറ്റത്തിൽ കലാശിച്ചു. തുടർന്ന് രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാനുള്ള അവസരവും നിഷേധിക്കപ്പെട്ടു. മറുപടി പ്രസംഗത്തിൽ ജിതേന്ദ്ര സിംഗ് രാഹുൽ ഗാന്ധിയെ കണക്കറ്റ് പരിഹസിച്ചു. പ്രധാനമന്ത്രിയാകാൻ സാധിക്കാത്തതിലെ അമർഷമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ പോയി സമരം ചെയ്ത് തീർത്തത് എന്നായിരുന്നു ജിതേന്ദ്ര സിംഗിന്റെ പരിഹാസം. ज़माने से इनको ये हसरत सता रही थी कि देश इनको प्रधानमंत्री चुने और 7 LKM में बिठाए. अब इनकी जब वो हसरत पूरी ना हुई तो निराशा और फ्रस्ट्रेशन से हताश होकर के वो प्रधानमंत्री आवास 7 LKM के दरवाजे पर जा बैठे. പാർലമെന്റിന് പുറത്തെത്തിയിട്ടും ആരോപണങ്ങളിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ അമിത്ഷാ അല്ല ഉത്തരവിട്ടത് എങ്കിൽ അത് ആരാണെന്ന് വെളിപ്പെടുത്തണമെന്നായി രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിലെ ആവശ്യം. So it is our advice to the Prime Minister, sack Shah and order a probe monitored by independent high-powered committee of the Supreme Court. At least have the decency to take responsibility for what you have done. പാർലമെന്റിൽ ഇന്ന് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും ഇല്ലായിരുന്നു എന്നതാണ് പ്രതിപക്ഷം ഉന്നയിച്ച മറ്റൊരു ആരോപണം. എന്നാൽ പാർലമെന്റിന് ശേഷം ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൂടെ പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു അമിത്ഷായുടെ പ്രസ്താവന. ക്യാമറമാൻ സ്റ്റീഫൻ മാത്യുവിനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.